എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ലോറിയിൽ കാശ്മീരിലേക്കുള്ള ലോഡൊക്കെ കയറ്റി നമ്മുടെ വണ്ടി ഇപ്പം തമിഴ്നാട്ടിലുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ വണ്ടിയുടെ അടുത്തേക്ക് പോവാം. അപ്പം നമുക്ക് പോകാനുള്ള ഡ്രസ്സും സാധനങ്ങളെല്ലാം വണ്ടിയിൽ ഓൾറെഡി കയറ്റി വെച്ചിട്ടുണ്ട്. അതെ, നല്ല പേര് മഴയെ. അപ്പോൾ നമ്മുടെ 66 തമിഴ്നാട്ടിലെ കരൂരിനടുത്താണ് കിടക്കുന്നത്. തണുപ്പൊക്കെ ആയതുകൊണ്ടേ പിള്ളേരൊക്കെ നല്ല ഉറക്കത്തിൽ, ആരും എണീറ്റിട്ടില്ല. ഇല്ല, വലിയവരൊക്കെ എണീറ്റ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോഴേ പോയിട്ട് വരാന്നാ. ആ, പോകുന്നില്ലേന്ന് ഭർത്താവിനോടാ, പോകുന്നില്ലേന്ന്. വാ ഇറങ്ങി പോരാ, മനസ്സില്ല. ആ, ഒരു വഴിക്ക് പോകുമ്പോ അല്ലേ. ആ, എന്നാ വാ ഇറങ്ങി. ആരാ വണ്ടി എടുക്കുന്നത്? ആശാനാണോ ശിശിയാണോ? ഞാനാ. പിന്നെ ഡ്രസ്സ് പിന്നെ പോയി മാറിയാ? അതൊക്കെ എങ്ങനെയാ? അല്ല ഇറങ്ങാതെ എനിക്ക് തോന്നി അത് കണ്ടെന്നാ വേറെ ഇട്ടേക്കാൻ തോന്നി. അപ്പം മാറി. എടുത്തോ. ഇന്ന് മിക്കവാറും മഴയൊക്കെ ആസ്വദിച്ച് പോകേണ്ടി വരും. അപ്പൊ ടാറ്റാ. അപ്പൊ നമുക്ക് ഏറ്റുമാനൂർ അമ്പലത്തിലൊന്ന് കയറി തൊഴുതിട്ട് പോവാം. ഇപ്പൊ ഇനി നേരെ അങ്കമാലി, പാലക്കാട്, കോയമ്പത്തൂർ. രാത്രിയിലെല്ലാം ഭയങ്കര മഴയായിരുന്നു. എന്നാ ഇന്നലെ പകല് വലിയ മഴയൊന്നും ഇല്ലായിരുന്നു. നമ്മള് പോകുന്ന വഴിക്ക് ഇനി എവിടെയെങ്കിലും വെള്ളം കയറിയിട്ടുണ്ടോന്ന് അറിയത്തില്ലല്ലോ. അതറിയത്തില്ല, പക്ഷെ തമിഴ്നാട്ടിൽ മഴയൊന്നുമില്ല. ഞാനോർത്ത് ഇങ്ങോട്ട് വരുമ്പോൾ ഈ മൂവാറ്റുപുഴയൊക്കെ ചിലപ്പം വെള്ളം കയറിയിട്ടുണ്ടോന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഒന്നും കുഴപ്പമില്ല. അല്ല, നമ്മൾ ഏറ്റുമാനൂർ പോന്നിട്ട് ഇങ്ങോട്ട് പ്രശ്നമില്ല. മൂവാറ്റുപുഴയാർ ഇത് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നു. ഹൈ റേഞ്ചിലേക്കുള്ള റോഡൊക്കെ ഈ വഴി അടിമാലിക്കുള്ള നേര്യമംഗലം അടിമാലി റോഡൊക്കെ അടച്ചേക്കുക. പോകത്തില്ലേ? പകലും അടച്ചേക്കുക. ഈയിടെ കഴിഞ്ഞ ദിവസമൊക്കെ രാത്രിയിലായിരുന്നു നിരോധനമുള്ള. ഇപ്പം പകലും ബ്ലോക്കാണ്. പക്ഷേ അവിടെ ഭയങ്കര മഴയായിരുന്നോണ്ടേ മലയോര മേഖലയിൽ കൂടെ പോകുമ്പോഴേ ഏറ്റവും കൂടുതൽ പേടിക്കണ്ടേ. അതുകൊണ്ട് റോഡ് ബ്ലോക്ക് ചെയ്തേക്കുന്ന കേട്ടോ, അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. എന്തായാലും രാത്രിയിലൊക്കെ എന്തായാലും പ്രശ്നം ഉണ്ടായാലോന്നുണ്ടോ. അതേപോലത്തെ മഴയില്ലായിരുന്നു ഇന്നലെയൊക്കെ. മഴയും വെള്ളപ്പൊക്കവും ഒക്കെ ആയതുകൊണ്ട് വഴിയിലൊന്നും വണ്ടികളില്ല, വളരെ കുറവാണ് വണ്ടികൾ, തിരക്കില്ല. പ്രൈവറ്റ് ബസ് ഒന്നും ഒത്തിരി കണ്ടില്ലേ. ലോറികളാണ് കിടക്കുന്നതെന്നുണ്ടോ? എല്ലാം ലോഡിറക്കി എടുത്ത് ലോഡിന് വേണ്ടി കിടക്കുന്ന പെരുമ്പാവൂരെത്തി. തന്നെ പറ്റി ഈ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടക്കാണല്ലോ. KSRTC കാലടിപ്പാലത്തെ നല്ല തിരക്കാണ്. ഒരു പുതിയ പാലം അപ്പുറം പണിയുന്നുണ്ട്. എത്ര കാലമായിരുന്നു, ഇതുവരെ അത് പണി തീർന്നിട്ടില്ല. എന്ന് തീരുമോ ഇനി? പെരിയാറ്റിൽ വലിയ വെള്ളമൊന്നുമില്ല, ഉണ്ട്, എന്നാലും വലിയ കൂടുതലൊന്നുമില്ല. ഇതല്ലേ അവിടെ ആ തുരുത്തൊന്നും മുങ്ങിയിട്ടില്ല. പണി തീരാത്ത വീടെന്ന് പറഞ്ഞ പോലെ പണി തീരാത്ത പാലം. ആ പാലത്തേൽ അത്രയും ബ്ലോക്ക് അനുഭവപ്പെടുന്ന ആ വഴി, പാലം കട്ടറായിട്ട് കിടക്കുന്നുണ്ട്. ഫയർഫോഴ്സ് ഒക്കെ പോകുന്നുണ്ട്. എവിടെയെങ്കിലും വെള്ളം പൊങ്ങിയിട്ട് പോകുന്നതായിരിക്കും ഇവര്. ഇവിടെ ഒന്നും വലിയ തിരക്കില്ല. അങ്കമാലിയായി. ശരിക്കും നമ്മുടെ ഭാഗത്തേക്കാണ് മഴ കൂടുതലും തോന്നും. കോട്ടയത്തിൻ്റെ കിഴക്കൻ ഭാഗങ്ങളിലാണ് മഴ കൂടുതലും. ഇടുക്കിയിലും ഒക്കെ ആയിട്ട് ഇത് ഉണ്ട്. ഇവിടെ ഒന്നും വലിയ മഴയില്ല. മഴ രാത്രി ഉണ്ടായിരുന്നായിരിക്കും, പക്ഷെ പകല് ഇപ്പം നല്ല തെളിവല്ലേ. മലകളെല്ലാം മഞ്ഞു മൂടി നിൽക്കുക. ഇപ്പം ഇതാണ് പട്ടിക്കാട്. ഇപ്പോഴേ ആതിരപ്പള്ളി പോകണേ നല്ല വെള്ളം കാണുമല്ലോ. നിറഞ്ഞൊഴുവായിരിക്കും ഇപ്പം. നയാഗ്ര പോലെ ആയിരിക്കും ഇപ്പം. നമ്മുടെ നയാഗ്രയാണ് ആതിരപ്പള്ളി. നമ്മളെ കുതിരാൻ ടണലിലേക്ക് എടുക്കാറായി. ഈ മലനിരകളെല്ലാം പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗങ്ങളാണ്. നമ്മുടെ കുതിരാൻ ടണൽ കേരളത്തിലെ ആദ്യത്തേതും ഒരേ ഒരു ടണലുമാണിത്. ഈ ടണൽ വരുന്നതിന് മുമ്പ് ഇവിടെ പഴയ വഴിക്ക് വരുമ്പം ഭയങ്കര ട്രാഫിക്കായിരുന്നു. ഈ തൃശ്ശൂർ പാലക്കാട് റൂട്ടിലെ മെയിൻ ഒരു സ്ഥലമായിരുന്നു, ബ്ലോക്ക് ആവുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. ഇപ്പോൾ ടണൽ വന്നപ്പോൾ എന്നാ പെട്ടെന്ന് നമ്മൾ ഇപ്പുറത്തെത്താമെന്ന് നോക്കി. പന്നിയങ്കര ടോൾ പ്ലാസ. ഇപ്പോൾ നമ്മൾ വടക്കഞ്ചേരി എത്തി. നമ്മളിവിടെ നിന്ന് NH544 ഇറങ്ങി വടക്കഞ്ചേരി ടൗണാണ്. നമുക്ക് ടൗണൊക്കെ കണ്ടങ്ങ് പോവാം അല്ലേ? ടൗണിൽ കൂടെ അങ്ങ് പോവാം. ഇവിടെ നമുക്ക് നെന്മാറ, കൊല്ലങ്കോട്, പൊള്ളാച്ചി വഴി നേരെ അങ്ങ് ഇറങ്ങിപ്പോവാം. കരൂരിനടുത്താണ് വണ്ടി കിടക്കുന്നത്, നാമക്കലിനടുത്താണ്. ഇതുവഴിയും പോവാം. എപ്പോഴും നമ്മൾ അതിലല്ലേ പോകുന്നേ? ഹൈവേ കൂടെ അല്ലേ പോകുന്നേ? വണ്ടി കോയമ്പത്തൂർ എന്നായിരുന്നു പോയത്. എന്നാന്ന് വെച്ചാൽ വഴി നല്ലതല്ലേ, 4 ലൈനാണല്ലോ. അതിലേ പോയാലും ഇതിലേ പോയാലും ദൂരമൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. സമയം എടുക്കുമായിരിക്കും ഇതിലേ പോകുമ്പോൾ. മംഗലം ഡാം, കിഴക്കഞ്ചേരി, വടക്കഞ്ചേരി ടൗൺ, ഗോവിന്ദാപുരം, പാലക്കാടിൻ്റെ കുറച്ച് ഗ്രാമങ്ങളിൽ കൂടെ പോകാം നമുക്ക്. അതെ, കൊല്ലങ്കോടൊക്കെ ഒത്തിരി നാളായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ വഴിയൊക്കെ എത്ര വർഷം മുന്നേ വന്നാ, എന്നിട്ടും ഇതിനൊന്നും മാറ്റമില്ല. ഇടുങ്ങിയ വഴികളാണ്, ചെറിയ വഴികളും. മാർക്കറ്റ് ഏരിയ അല്ലേ? മാർക്കറ്റ് എവിടെ അല്ല. അമ്പിട്ടൻ തരിശ്, കൊന്നക്കൽ കടവ്, വടക്കഞ്ചേരി. ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല വെയിലായി. വെയിലില്ലേലും മഴയില്ല. അങ്ങോട്ട് മഴ കാണുകയല്ലേ ഇനി?
തമിഴ്നാട്ടിലേക്ക് ചെല്ലുമ്പോൾ. ഇവിടെ മഴയൊക്കെ ഉണ്ടായിരുന്നു, കണ്ടോ വെള്ളം വരുന്നുണ്ടോ? ഓ തോട്ടിൽ നല്ല വെള്ളമുണ്ട്. തോട് നിറഞ്ഞ ആ ഇതുണ്ടോ നിറഞ്ഞോ. മംഗലം നദിയുടെ ഒരു കൈവഴിയായത്. ഈ വഴി ഒന്നും വന്നിട്ടില്ലല്ലോ, മെയിൻ റോഡിൽ കൂടെ മാത്രം അങ്ങ് പോയിട്ടല്ലേ ഉള്ളൂ. ഞാൻ ഹൈവേ കൂടെ പോയിട്ട്. പാലക്കാടിന്റെ നെൽപ്പാടം കണ്ടോ, എന്നാ കളറാന്ന് നോക്കി. മംഗലം ഡാം 9.5 കിലോമീറ്റർ ഉള്ളൂ ഇവിടുന്ന്. പണ്ട് പോയിട്ടുണ്ട് ഞാനവിടെ. ഞാനും ഒത്തിരി വർഷം മുന്നേ പോയിട്ടുണ്ട് മംഗലം ഡാമിന്. ഇവിടുന്ന് റൈറ്റിലേക്കാണ് മംഗലം ഡാം. നമുക്ക് നേരെ പണ്ട് പോയെന്ന് പറഞ്ഞപ്പോഴേ ചേട്ടായി പറഞ്ഞു ചേട്ടായി പോയിട്ടുണ്ടെന്ന്. തെറ്റിദ്ധരിക്കില്ല, നമ്മൾ ഒരുമിച്ചല്ല പോയത്. അല്ല അല്ല നീ എവിടെ പോയതാ? ഞാനോ? ഞാൻ പോയത് എന്റെ അമ്മയുടെ കൊച്ചച്ഛൻ ഒരാളവിടെ ഉണ്ട്, എന്നാ എന്റെ കൊച്ചച്ഛൻ. എന്റെ പപ്പായുടെ ഒരു ചേട്ടനുണ്ടായിരുന്നു അവിടെ, അങ്ങനെ പോയതാ. ഞാൻ ചെറുപ്പത്തിൽ പോയതാ കേട്ടോ, ഒത്തിരി ചെറുപ്പത്തില്. ഞാനൊരു 10ലെങ്ങാണ്ട് പഠിക്കുമ്പോ പോയതാന്ന് തോന്നേ. ആണോ? പപ്പായുടെ ചേട്ടൻ ഒരാളുണ്ടായിരുന്നു, ആള് മരിച്ചുപോയി. ശാന്തൻ എന്നായിരുന്നു പേര്, ശാന്തൻ. ശാന്തൻ പേരപ്പൻ. ഞാൻ പോയിട്ടില്ല, അതിലേ ഒന്നും പോയിട്ടില്ല. പിന്നെ കുറെ കാലമായിട്ട് ഇപ്പൊ അങ്ങോട്ടൊന്നും പോക്കില്ല. അത് എവിടെയെങ്കിലും ഒക്കെ വെച്ച് കാണും മക്കളെയൊക്കെ. അതെ. അല്ല ഞാൻ ഈയിടെ ക്വസ്റ്റനായിട്ട് സംസാരിച്ചായിരുന്നു. ഈയിടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അമ്മച്ചിയുടെ അടുത്ത്. ഇതിലെല്ലാം കറങ്ങണം, ഇങ്ങനെയുള്ള ഗ്രാമപ്രദേശങ്ങളിൽ കൂടെ ഒക്കെ നമുക്ക് കുറെ കറങ്ങാനുണ്ട്. അതെ അതെ, അതൊക്കെ പഴയ വീടുകളാണ് ഇവിടുത്തെ. പഴയ ബിൽഡിങ്ങുകളല്ലേ, പഴയ വീടുകളാ, കടകളും ഒക്കെയാ. പണ്ടത്തെ കടമുറിയുടെ ഒക്കെ മറ്റേ തട്ടിയല്ല തടി കൊണ്ടുള്ള വാതില്. അതിന് തട്ടിന്നാ പറയുന്നേ. ആര് തട്ടിന്നാ പറഞ്ഞേ? അതിന് തട്ടിന്നാ പറയുന്നേ. നമ്മുടെ വീട് പണിയുന്നതിന് മുമ്പ് കടയുണ്ടായിരുന്നല്ലോ, അതിന്റെ ഫ്രണ്ടിൽ അതേപോലെ അല്ലായിരുന്നു, തട്ടിയല്ലായിരുന്നു, ഇങ്ങനെ മടക്കി മുകളോട്ട് പൊക്കി വെക്കും. അതൊന്നും ഇല്ലിപ്പം, അതൊക്കെ എന്താ പറയുന്നേ, അന്യം നിന്ന് പോയി. രാവിലെ കട തുറക്കുന്ന ഈ കുറ്റി എടുത്തിട്ട് നേരെ ഇങ്ങനെ മടക്കി നേരെ മുകളിലൊരു കൊളുത്തുണ്ട്, ആ കൊളുത്തേലോട്ട് ഈ തട്ടി തൂക്കിയിടും. നല്ല രസമില്ലേ ഇത് കാണാൻ? ഓടയല്ലേ പായവല്ല് പിടിച്ചിട്ട് ആ കളർ കണ്ടോ, അടിപൊളി കളറല്ലേ. പെയിന്റ് അടിക്കാൻ വേണ്ട. ഞാൻ പണ്ട് വിചാരിച്ചോണ്ടിരുന്നത് അതാണ് ഓടിന്റെ കളറെന്ന കൊച്ചിലെ. ഇവിടെ എല്ലാം ഓടിട്ട വീടുകളാ, കെട്ടിടങ്ങളാ, പഴയ കെട്ടിടങ്ങളാ എല്ലാം. ഇതെല്ലാം പഴയ ബിൽഡിങ്ങുകളാ. കൈതയല്ലേ? കൈതയുടെ കാണിയാ. കൈതയുടെ ഇല അത് നടാൻ കൊണ്ടുവന്ന അതിന് കാണിന്ന് പറയുന്നേ. ഇലയാണോ? ഇല മാത്രമല്ലോ, എന്റെ മൂട് കൊണ്ടല്ലോ. കടമ്പിടി എന്നായി സ്ഥലപ്പേര്, കടമ്പിടി. ആ ഹൈവേ നിങ്ങൾ ഇറങ്ങിയപ്പോഴേ എന്നെ രസം ഈ സ്ഥലമൊക്കെ കാണാൻ. ഞാൻ ഈ വഴിക്കൊന്നും വന്നിട്ടേ ഇല്ല. അല്ല, ഹൈവേ വഴി എല്ലാം പോയാൽ നമുക്ക് റോഡ് മാത്രമേ കാണാനുള്ളൂ. ഇങ്ങനെ ഗ്രാമങ്ങളിൽ കൂടെ ഇറങ്ങി പോണം, അന്നേരമാണ് അതിന്റെ ഒരു യഥാർത്ഥ. അതെ, ഇതുണ്ട് INTUC ഇവര് ഹെഡ് ലോഡ് വർക്കേഴ്സ് യൂണിയന്റെ ഓഫീസാണ് അത്. എല്ലാം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വണ്ടികളാ, സിമെന്റ് വണ്ടികളത്. നമുക്ക് ഇതുവഴി ലോറിയും കൊണ്ട് വരാമല്ലോ. വരാം. ഇതിലേ വന്നിട്ടുണ്ട് എപ്പോഴും. നമ്മൾ ഒരു പ്രാവശ്യം രാത്രിയിലേ വന്നേ. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പ്ലാസ്റ്റിക് നിരോധിത മേഖല, നെന്മാറ ഡിവിഷൻ. ഇത് ആലത്തൂർ റേഞ്ച്. വലിയ മരങ്ങൾ നിൽക്കുന്നുണ്ട് കണ്ടോ, എന്നാ രസമാണ് നോക്കി ഇതിലേ പോകാൻ. പോത്തുണ്ടി ഡാം 9 കിലോമീറ്റർ, നെല്ലിയാമ്പതി 30 കിലോമീറ്റർ. നെല്ലിയാമ്പതിയൊക്കെ നമുക്ക് പോകണം. പറമ്പിക്കുളം ടൈഗർ റിസർവ്. ടൈഗർ റിസർവ് ആയിട്ട് കാട്ടുപൊട്ടന്റെ പടമാണല്ലോ വെച്ചേക്കുന്നത്. അതെ, ടൈഗറിന്റെ പടം വെക്കാണല്ലോ അല്ലേ. നെന്മാറ. പണ്ട് ഇതിലെ ചേസൊക്കെ ഓടിച്ചോണ്ട് വന്നിട്ടുണ്ടോ? ചേസ് ഞങ്ങൾ ബോഡി കെട്ടാൻ പോകുമ്പോൾ ഇതുവഴി വന്നിട്ടുണ്ട്, ഈ റൂട്ടിൽ. ഈ വഴി വന്നിട്ടുണ്ട്. നേരെയും പോവാം, വളയാറ് വഴി ഇതുവഴിയും വന്നിട്ടുണ്ട്. ഗവൺമെന്റ് LP സ്കൂൾ നെന്മാറ ഉണ്ടോ, പഴയ ഒരു സ്കൂൾ കണ്ടോ. ട്രെയിനൊക്കെ കിടപ്പുണ്ട് മുറ്റത്ത് കേട്ടോ, മറ്റേ ആവി എഞ്ചിൻ ഒരെണ്ണം കിടപ്പുണ്ട്. പാത്രക്കട കണ്ടോ സ്റ്റീലിൻ്റെ. ആ തിരികെ വയ്ക്കാനാ ഇത്ര ഇതുപോലെ ആവശ്യക്കാരുണ്ടോ? പിന്നെ ഈ മൺചട്ടിയും മൺകലം ഒക്കെ ഇല്ലേ, അതാ തിരികെ കൂടുതൽ വെക്കുന്നത്. അത് ഈ സ്റ്റീലിന്റെ തിരികെയല്ല, മറ്റേ അല്ലാതെ തുണി കൊണ്ടുള്ളതൊക്കെ അങ്ങനെയുള്ള. അതൊക്കെ ഇപ്പൊ ഒന്നുമില്ല, ഇപ്പൊ എല്ലാം സ്റ്റീലിന്റെ ആയി. ഇവിടെ അല്ലേ നെന്മാറ വേലകളി. നെന്മാറ ബസ് സ്റ്റാൻഡ്. അത് നെന്മാറ വഴിയൊക്കെ വന്നിട്ട് ഒരുപാട് വർഷമായിരുന്നു. പക്ഷെ പണ്ടത്തേലും നല്ല പുരോഗമിച്ചിട്ടുണ്ട് ടൗണൊക്കെ. അതിനെന്നാ ചെയ്യണമെന്നോ, ഒരു പ്രാവശ്യം നെന്മാറ വേലകളി കാണാനെങ്കിൽ വരണം. കൊല്ലങ്കോട് 12 കിലോമീറ്റർ, ഗോവിന്ദാപുരം 25. ആംബുലൻസ്. ഇതാ പഴയ മോഡൽ ബസ് കണ്ടോ, പഴയ മോഡൽ ഫ്രണ്ടല്ലേ. വണ്ടി അത്ര പഴയതൊന്നുമല്ല, പഴയ സ്റ്റൈലില്. ഈ പാടത്തൊക്കെ അവിടെ കണ്ടോ തെങ്ങ് നിൽക്കുന്നുണ്ടോ, സൈഡിൽ കൂടെയാണ് തെങ്ങ് നിൽക്കുന്നത്. വരമ്പത്തൂടെ
ഇവിടെ വന്നിട്ടേ ഈ പാടം അത് അങ്ങോട്ട് നോക്കിയേ, ആ സൈഡിൽ കൂടെ പാടത്തിൻ്റെ സൈഡിൽ കൂടെ അല്ല എന്ത് വീടുകളൊക്കെയാണെന്നുണ്ടോ, എന്നാ രസമാണ് നോക്കിയേ. അവിടെ വന്ന് ഇരുന്ന് വരുന്നില്ലേ? അതാ ഇവിടെ ഇരിക്കാൻ തോന്നും. പക്ഷെ ഇവിടെ ഇപ്പോൾ വെയിലിന് ഇച്ചിരി ചെറിയ ചൂടൊക്കെ ഉണ്ട്, വൈകുന്നേരമാണ് രസമാണ്. ഇതൊക്കെയാണ് കൊല്ലങ്കോടിൻ്റെ ഭംഗി കണ്ടോ. കൊല്ലങ്കോടിലേക്ക് എത്തുന്നുള്ളൂ. ആ നല്ല ഇവിടെയൊക്കെ അത് ആ ഇതിൽപ്പെട്ട ഭാഗങ്ങളാണ്. ഈ ബിൽഡിംഗ് ഒക്കെ ഉണ്ടോ? ഇത്തിരി പഴയ ബിൽഡിങ്ങുകളാണ് കൂടുതലും. അതുകൂട്ട് ബിൽഡിങ്ങുകൾ തയ്യൽ കടകളൊക്കെയാ. ഇതൊക്കെ തയ്യൽ കടകളാണ്. രണ്ട് സൈഡും ഇതുപോലെ. ആ ഇതുണ്ട്, ആ കാണുന്ന മലനിരകളൊക്കെ ഉണ്ടോ, നെല്ലിയാമ്പതി മലനിരകളത്. വെള്ളം ഒഴുകുന്നുണ്ട്, ഇഷ്ടംപോലെ വെള്ളച്ചാട്ടം. ആ മലനിരകളെല്ലാം വെള്ളച്ചാട്ടം ഉണ്ട്. മഞ്ഞുണ്ട്, മഞ്ഞ് നോക്കത്താ ദൂരത്തോളം അതെ പാടവാ. എന്നാ വലിയ ആലാന്ന് നോക്കി, തേക്കുന്നരിയായി കിടക്കുന്നതല്ല. കച്ചാംകുറിച്ചി ടെമ്പിൾ. അതെ, നമ്മൾ കൊല്ലങ്കോട് എത്തി. കൊല്ലങ്കോട് നല്ലൊരു പാലക്കാടിൻ്റെ ഗ്രാമഭംഗി നല്ലപോലെ ഉള്ള ഒരു സ്ഥലമാണ്. പ്രകൃതി സുന്ദരമായ സ്ഥലം. ഇരഞ്ഞിമന്തം ദേശം ശ്രീ പുരട്ടിൽ ഭഗവതി ക്ഷേത്രം. 1988 വെയിറ്റ് ഷെഡാണ്. നെൽപ്പാടങ്ങളാൽ നിറഞ്ഞ നല്ല അതിമനോഹരമായ സ്ഥലമാണ് കൊല്ലങ്കോട്. കൊല്ലങ്കോട് ടൗൺ. പൊള്ളാച്ചി 35 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടെ ഒരു പൊതു നഗരമുണ്ട് കണ്ടോ. വെയിറ്റിംഗ് ഷെഡ് അല്ല, ടാക്സി ഡ്രൈവർമാരായിരിക്കുന്ന മൊത്തം. നല്ലതല്ലേ, ഓലയിൽ ഷെഡ് ഉണ്ടാക്കിയെന്ന് ഓല കൊണ്ട്. അവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നേ, സീതാർകുണ്ട് വെള്ളച്ചാട്ടം പലകപ്പാണ്ടി. പലകപ്പാണ്ടി സ്ഥലപ്പേരാ കേട്ടോ. നമ്മളെ ഹൈവേ ഇറങ്ങി ഈ വഴി വന്നുകൊണ്ടേ എന്ത് അടിപൊളി കാഴ്ചകളാണ്. റോഡ് മാത്രമേ ഉള്ളൂ, നേരെ ഹൈവേ കൂടെ നേരെ അങ്ങോട്ട് പോകും. പക്ഷെ സമയം ഒത്തിരി ലാഭമുണ്ട് കേട്ടോ അതിലെ പോകുമ്പോൾ. ആ പാടവും ആ മലനിരകളും മാത്രം കണ്ടാൽ മതി. ചിറ്റൂർ, വണ്ടിത്താവളം, വിളയോടി, കുറ്റിപ്പാടം, പാറക്കുളമ്പ്. അപ്പുറേ വാൽക്കുളമ്പുണ്ടായിരുന്നു, ഇത് പാറക്കുളമ്പ്. കൊല്ലങ്കോട് ഒരുവിധം നല്ല ടൗണാണല്ലോ, നല്ല തിരക്കുമുണ്ട് ടൗണിലൊക്കെ. അവധി ദിവസങ്ങളിലൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ എത്തുന്ന, അപ്പം നല്ല തിരക്കായിരിക്കും. ആ മലനിരകളിലേക്ക് നോക്കി, അങ്ങോട്ടൊക്കെ എന്ത് വെള്ളച്ചാട്ടം വന്നുണ്ടോ. നൂല് പോലെ കാണുന്ന കണ്ടോ? ആ നൂല് പോലെ ഇവിടെ നിന്നാ കാണത്തുള്ളൂ. ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ പറ്റും കേട്ടോ. ആ അതെ അതെ, ഇവിടെ എല്ലാരും വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. ഇപ്പൊ വീഡിയോക്കകത്ത് കാണത്തില്ലേ. കൊല്ലങ്കോടിന് വരാനായിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒത്തിരി പേര് വിളിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ. പക്ഷെ ഇത് നമ്മളിപ്പം കൊല്ലങ്കോടിനായിട്ട് വന്നതല്ലല്ലോ. അല്ല, അതുകൊണ്ട് പിന്നെ കൊല്ലങ്കോട് കറങ്ങാനായിട്ട് വരാം. അതെ, എന്നാലേ പറ്റുള്ളൂ. എല്ലാരുമായിട്ട് വരാം. അതെ, വാഴയിലൊക്കെ നല്ല പാലക്കാട് സ്റ്റൈൽ ഊണ് കഴിക്കുന്ന. ഇത് പുളിയിഞ്ചി, ഇതൊരു കിഴങ്ങ് കറി, ഇത് ക്യാബേജ് തോരൻ. ഇതെന്നാന്ന് നോക്കട്ടെ. ഇത് ചേനക്കൂട്ടുകറിയാ. അപ്പൊ സാമ്പാറും പപ്പടവും. അപ്പൊ നമ്മളെ ഊണൊക്കെ കഴിഞ്ഞ് പോകുന്നു. കേരളം തീരാറായി. ബോർഡറിൽ നിന്ന് തന്നെയാണ് നമ്മൾ കഴിച്ചേ. ഊണ് നല്ലതല്ലായിരുന്നോ? നല്ല വെജിറ്റേറിയൻ ഊണ്. പറമ്പിക്കുളം ടൈഗർ റിസർവ് 47 കിലോമീറ്റർ. ഇത് ബോർഡർ ചെക്ക് പോസ്റ്റാണ്. എക്സൈസ് ചെക്ക് പോസ്റ്റ് ഗോവിന്ദാപുരം. RTO ചെക്ക് പോസ്റ്റ് ഗോവിന്ദാപുരം. ഇത് കേരളത്തിന്റെ RTO ചെക്ക് പോസ്റ്റാണ്. അപ്പൊ ഇതാണ് ഗോവിന്ദാപുരം. ഇത് ലോട്ടറി കട എന്തരാന്ന് നോക്കിയേ. ബോർഡറിലെല്ലാം ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്. നന്ദി, വീണ്ടും വരിക. കേരള സ്റ്റേറ്റ് വിസിറ്റ് അഗൈൻ. ഗോവിന്ദാപുരം പാലം. ഇനി നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറുക. ഇതാണ് അതിർത്തി. ഈ പാലം ഇറങ്ങുന്നത് തമിഴ്നാട്ടിലേക്കാണ്. ഇവിടുന്ന് 4 ലൈൻ ആണല്ലോ, വലിയ വഴിയാണോ? അത് കുറച്ച് ദൂരെ കാണുമല്ലോ മിക്കവാറും. വെൽക്കം ടു തമിഴ്നാട്. വാൽപ്പാറ 78 കിലോമീറ്റർ. പൊള്ളാച്ചിക്ക് 22 കിലോമീറ്റർ ഉള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് 4 ലൈനാണ്. തെങ്ങന്തോപ്പൊക്കെ കാണാൻ തുടങ്ങി. തമിഴ്നാട്ടിലേക്ക് കയറി. നല്ലൊരു തെങ്ങന്തോപ്പ് അല്ലേ? ഇതെവിടെ പശുക്കളൊക്കെ നിർത്തുന്നുണ്ട്. ആനൈമലൈ 19 കിലോമീറ്റർ. പളനി 89 കിലോമീറ്റർ ഉള്ളൂ. ഇങ്ങോട്ട് വന്നപ്പോ നല്ല തെളിച്ചം അല്ലേ? ഇങ്ങോട്ട് മഴയില്ലെന്ന് തോന്നുന്നു. മഴ പെയ്തായിരുന്നു, പക്ഷെ വലിയ മഴയില്ല. ഊണ് കഴിഞ്ഞപ്പം ഡ്രൈവർ മാറി, ശിഷ്യ ആശാനും കൊടുത്തു. റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പുറകോട്ട് പോയി. ചോറുണ്ടതിന്റെ ക്ഷീണം കൊണ്ട്. ചോറുണ്ട് ക്ഷീണം കൊണ്ടൊന്ന് മയങ്ങാൻ. പ്രത്യേകിച്ച് വെജിറ്റേറിയൻ ഊണായിരുന്നോണ്ട് നല്ല അടിപൊളിയായിരുന്നു. നല്ല പായസമായിരുന്നു അല്ലേ? നല്ല പായസമായിരുന്നു, നല്ല മോരുമായിരുന്നു. മോരുണ്ടേ പിന്നെ ഒന്നും വേണ്ട. അതിൽ രസം എന്നാന്ന് ചോദിച്ചാലേ, ഞാൻ ആ വീഡിയോ എടുക്കാൻ ചോറ് വെജിറ്റേറിയൻ ഹോട്ടലാണെന്ന് കണ്ടല്ല അവിടെ കയറിയത്. എല്ലാം മൈമറത്തൊക്കെ കിട്ടുന്നതുകൊണ്ട് കയറിയതാണ്. അത് കയറി ഇതെല്ലാം വിളമ്പി കഴിഞ്ഞപ്പം ബാക്കി ഒന്നുമില്ല. ഇവന്റെ നോട്ടം കണ്ടപ്പോഴത്തേനും എനിക്ക് തിരികെ വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കും, തീർന്നു ഇനി ഒന്നും ഇല്ലേ? അല്ല, അത് കഴിഞ്ഞേ ആദ്യം ഇവൻ കഴിച്ച ചേറ്റ് പോയി. അപ്പൊ കടയിലെ ചേട്ടൻ വന്ന് ചോദിച്ചു, അയ്യോ എന്തേ അതേ ഉണ്ടിട്ട് പോയോന്ന് ചോദിച്ചു. മതിയായിരുന്നോ? രണ്ടാമതൊന്നും ചോദിക്കാൻ പറ്റിയില്ല. വേണ്ടായിരുന്നോ? തികഞ്ഞോ? എനിക്ക് അന്നേരം വെജിറ്റേറിയൻ ആയതുകൊണ്ടാണ് പെട്ടെന്ന് ഏറ്റു പോയത്.
അതുകൊണ്ട് വേഗം കഴിച്ചിട്ട് പോയില്ലേ? ഇവിടുന്ന് കുറച്ച് ദൂരം പഴയ വഴി തന്നെയാണല്ലോ. ഇവിടെ ഓവർബ്രിഡ്ജ് ഒന്നും പണിതിട്ടില്ല, റെയിൽവേ ക്രോസാ. ഇതുണ്ട്, ഇത് മീനാക്ഷിപുരത്ത് നിന്ന് വരുന്ന വഴിയാണ്. ഇവിടെ വന്ന് നമ്മൾ ആ വഴിയിലേക്ക് ജോയിൻ്റ് ആയി. അവിടെ കുറച്ച് ദൂരമേ 4 ലൈൻ ഉള്ളായിരുന്നു. ഈ വഴിക്കായിരുന്നു കൂടുതൽ ലോറികൾ വരുന്നത്, നമ്മൾ വന്ന വഴിയെക്കാട്ടിൽ. ഗോവിന്ദാപുരം വഴിയും വരുന്നുണ്ട്. ഗവൺമെൻറ് ഓഫ് തമിഴ്നാട് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് RTO ചെക്ക് പോസ്റ്റ്. ഒരു കാളവണ്ടി, ഇത് നല്ല സ്പീഡിൽ പോകുന്ന കാളവണ്ടിയാണ് കേട്ടോ. ന്യൂജനാണല്ലോ. ആ അതെ. നിറയെ പുളിമരങ്ങള് 2 സൈഡും. നല്ല ആർച്ച് പോലെ നിൽക്കുന്നല്ലേ. ഇതൊക്കെ 4 ലൈൻ പണിത് കഴിഞ്ഞാൽ ഇതെല്ലാം വെട്ടിക്കളയും. ഇതേലെ ഈ പുളിയെല്ലാം സർക്കാർ ലേലം വിളിക്കുക, എന്നിട്ട് ഓരോരുത്തർക്ക് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഓരോരുത്തർ ലേലം പിടിച്ചിട്ട് പറിക്കുക ചെയ്യുന്നത്. ഇത് കൊറേ ദൂരം ഉണ്ടല്ലോ. ഇഷ്ടമല്ല, നല്ല രസമല്ലേ. ഓക്കേ, എന്നാ വെയിലും ചൂടുവാണേലും ഈ പുളിയുടെ ചുവട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ചൂടറിയത്തില്ല. പുള്ളിക്ക് പകരം ആര്യവേപ്പാണ് ഇച്ചിരി കൂടെ അടിപൊളിയായിരുന്നു. ആര്യവേപ്പ് ഇതിൽ നല്ല ഭയങ്കരമായിട്ട് വളരും മരം. അതല്ല, ഔഷധ ഗുണം ഉണ്ടല്ലോ. ആ, നല്ല അടിപൊളി റൂട്ടായിരുന്നു അല്ലേ. നല്ല റൂട്ടാ. ലോറിയിലാണ് ഇച്ചിരൂടെ നമുക്ക് നല്ലപോലെ കാഴ്ചകൾ കാണാം പൊക്കത്തിലിരുന്ന്. നമ്മള് ഭാരതപ്പുഴ ക്രോസ് ചെയ്യാൻ പോവാ. നീളാനദി. നിളയിലൊട്ടും വെള്ളമില്ലല്ലോ. ഇവിടെ വെള്ളമില്ല. ഈ ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് നമ്മുടെ തമിഴ്നാട്ടിലെ വെസ്റ്റേൺ ഗാട്സിലെ ആനമല മലനിരകളിൽ നിന്നാണ്. അപ്പൊ ഇവിടുന്ന് ഒഴുകി നമുക്ക് അങ്ങോട്ട് വരിക അല്ലേ? പാലക്കാട്, തൃശ്ശൂര് അങ്ങനെ ഒഴുകി അങ്ങോട്ട് പോവാ. ചകിരിയല്ലേ? ചകിരിയാ. കുറച്ചെടുക്കാവോ? മേല് വെക്കാൻ നല്ല. സൈഡിൽ കയറുന്ന ഡോറ് തുറന്ന് അങ്ങനെ എടുത്തു. അവര് ഓടിക്കും ചിലപ്പോ. ഇത് കയറുണ്ടാക്കാൻ വേണ്ടിയിട്ട് കമ്പനിയിലേക്ക് കൊണ്ടുവന്ന കരിമ്പ് കമ്പനിയാ. കരിമ്പ് ഫാക്ടറി അല്ല, ശർക്കര ഉണ്ടാക്കുന്ന കേട്ടോ. ഭാരതപ്പുഴയിലെ മണലാ പോന്നെ ആ ലോറിയൽ. ചകിരി കേരളത്തിൽ കിട്ടാഞ്ഞിട്ടാണോ? ഇവിടുന്ന് ചകിരി കണ്ടപ്പോ ചകിരി എടുക്കാൻ പറഞ്ഞു. മേലിലൊക്കെ വീട്ടിലും ഉണ്ട്. പിന്നെന്നാ, പക്ഷെ അത് ചകിരിച്ചോറൊക്കെ കളയണ്ടേ? ഇതാകുമ്പോ നല്ല ചകിരിച്ചോറൊക്കെ കളഞ്ഞിരിക്കുന്നു. നല്ല കളറും. അത് ശരി, നല്ല ഗോൾഡൻ കളർ ഇരിക്കുന്നു. ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ശേലം കൊണ്ടെടുത്ത് ശേലം ചോറൊക്കെ കളഞ്ഞെടുക്കുക. പിന്നെ ഇച്ചിരി ചകിരിച്ചോറുള്ളതാ നല്ലത്. മാത്രം ചെളിയുണ്ട്. തേക്കുമ്പോ വേദന എടുക്കായിരിക്കും, അതാ. അപ്പൊ നമ്മള് പൊള്ളാച്ചി എത്തി. ഇതൊക്കെ ഇപ്പൊ അടുത്ത കാലത്ത് പണിതാന്ന് തോന്നല്ലോ ഈ അണ്ടർപാസ് ഒക്കെ. നേരത്തെ ചെറുതായിരുന്നു, കറക്റ്റ് ഒരു വണ്ടി പോകാനുള്ള ഇടയുള്ളായിരുന്നു. എന്ത് മാട്ടുവണ്ടിയാ കിടക്കുന്നതെന്ന് നോക്കിയേ. കുറെ എണ്ണം ഉണ്ട്, പുറയിലോട്ടും ഉണ്ട്. കെട്ടുവള്ളങ്ങൾ. ഇവിടുന്ന് നേരെ പോയാൽ വാൽപ്പാറ 64 കിലോമീറ്റർ ഉള്ളു കേട്ടോ. കണ്ടോ, മുമ്പ് കയറുണ്ടാക്കി വെച്ചേക്കുന്ന കണ്ടോ. തമിഴ്നാട്ടിൽ മുമ്പേ ചൈരി കൊണ്ടുപോകുന്നില്ലേ, അതുപോലെ കയറ് കമ്പനികൾ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങോട്ടായിരിക്കും അത് കൊണ്ടുപോയത്. ഇവിടുന്ന് കയറ് കാശ്മീർ വരെ പോകുന്നുണ്ട്, കയറും ചൂലും ഒക്കെ. തിരുപ്പൂർ, പളനി, കരൂരിനടുത്താണ് വണ്ടി കിടക്കുന്നത്. ഇനി 129 കിലോമീറ്റർ ഉണ്ട്. അതുകൊണ്ടോ ഡെഡ് ബോഡി കൊണ്ടുപോകുന്ന ആ വണ്ടികൾ, പല മോഡലിലുള്ള വണ്ടികൾ കിടക്കുന്നത് കണ്ടോ. നാഷണൽ ഹൈവേ 83 പെരുന്തുറൈ, കൊടുമുടി, കരൂർ, നാമക്കൽ, വെള്ളക്കോവിൽ. ഈ കൊടുമുടിക്ക് അടുത്ത് നമ്മുടെ വണ്ടി ലോഡ് കയറ്റിയത്. ഇവിടെ ഒരു ശിവഗിരിയും കൊടുമുടിയും ഉണ്ട്. ശിവഗിരി നമ്മുടെ വർക്കലയിലും ഉണ്ട്, ഇവിടെയുണ്ട് ഒരു ശിവഗിരി. പൊള്ളാച്ചി ബൈപ്പാസ് ആയത്. ഇവിടെ ഇതുപോലെ പുതിയ കാളവണ്ടികൾ ഇതുണ്ടോ. ഇത് ഇങ്ങനെ ഓരോരുത്തർ ചുമ്മാ രസത്തിന് കൊണ്ടുനടക്കുന്ന 2 കാളയും നല്ലൊരു വണ്ടി. അതെ, കുഷിനൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നല്ല സ്പീഡിൽ പോവുകയും ചെയ്യും ഈ വണ്ടി. അതെ, ഇങ്ങോട്ട് മൊത്തം കണ്ടോ ഉണങ്ങി കരിഞ്ഞ് കിടക്കുക. ഈ അടുത്തെങ്കിലും മഴ പോലും പെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. മഴ പെയ്തിട്ടില്ലെന്നാണ് തോന്നുന്നത് കാണിട്ട്. അപ്പം നമ്മളിത് ധാരാപുരം എത്തി. ഫ്ലൈ ഓവറുകൾ ആയതുകൊണ്ട് അതെ അതിനിടയിലെല്ലാം വണ്ടി പാർക്ക് ചെയ്യാൻ നല്ല സൗകര്യമാണ്. ഒന്നില്ല അതൊന്നില്ല. ആ കാണുന്ന മലയുടെ മുകളിലൊരു മുരുകൻ കോവിലാ, നല്ല പാറക്കെട്ട. അപ്പം ഇത് വേലായുധൻ പാളയമാണിത്. നമ്മളിച്ചിരി ചെറിയ വഴി ഷോർട്ട് കട്ടൊക്കെ കയറിയാണ് വന്നത്. അപ്പോൾ ഇതേ നമ്മൾ വന്ന് NH 44 കയറി. വണ്ടി കരൂരാണെന്ന് പറഞ്ഞത്, പക്ഷേ കരൂരിൽ നിന്ന് ഇച്ചിരി മുന്നോട്ട് മാറ്റിയാണ് ഇട്ടേക്കുന്നത്. നാമക്കലിനടുത്താണ് വണ്ടി കിടക്കുന്നത്. നമുക്ക് ശ്രീനഗറിന് പോകാനേ ശരിക്കും ഈ 44 വഴി നേരെ അങ്ങ് പോയാൽ മതി. ഈ ഹൈവേ പിടിച്ചങ്ങ് പോയാൽ മതി. ഈ ഹൈവേ ശ്രീനഗർ വരെയുള്ള ഹൈവേ ആണ്. പക്ഷെ അത് പറ്റത്തില്ല. ഞങ്ങളിച്ചിരി കറങ്ങിയൊക്കെയാണ് പോകുന്നത്. കറങ്ങിയല്ല, ഈ ഹൈവേ നിന്ന് ഇറങ്ങി വേറെ വഴിക്കൊക്കെയാണ് പോകുന്നത്. കാവേരി നദിയാണ്, പക്ഷെ വെള്ളമൊക്കെ വളരെ കുറവ്. ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടോ തീ വെയില. നമ്മുടെ അവിടുത്തെ നദികൾ എങ്ങനെയാ, ഇത് എങ്ങനെയാ അല്ലേ? അതെ, ഇപ്പോഴത്തെ അവസ്ഥ. ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ കുളിക്കുന്നുണ്ട്. വല്ല പ്രത്യേകതയുള്ള ദിവസമാണോ ഇന്ന്? എനിക്ക് തോന്നുന്നു അവിടെ വല്ല ക്ഷേത്രവും കാണും. ക്ഷേത്രത്തിൽ വന്നവരായിരിക്കാം.
ഇവിടുത്തെ വെയിൽ കാണുമ്പോഴേ നമ്മള് കേരളത്തിൽ ഇത്രയും മഴയാണോ എന്ന് ഓർത്തു പോകും. സത്യം. എല്ലാരും ചെറുതായിട്ടൊന്ന് മയങ്ങി, ഡ്രൈവർ ഒഴികെ. അതെ, ഡ്രൈവർ രാവിലെ വരുന്ന വഴിക്ക് ഇങ്ങനെ ഇരുന്ന് അതെ, നല്ല കൂർക്കമ്പലിയായിരുന്നു. ഊർക്കം വലിച്ചൊന്നുമില്ല. വീഡിയോ എടുക്കേണ്ടിയായിരുന്നു. ആ, അതൊക്കെ ഉറങ്ങുമ്പോളാ ഭയങ്കര ഉറക്കമായിരുന്നു അതല്ലേ. ചുമ്മാ തിരുന്ന് കഴിഞ്ഞാൽ ഉറക്കം വരും. ആ, അതിനുമ്പോ വണ്ടി ഓടിക്കണ ഒരു കുഴപ്പമില്ല, ഉറക്കം വരത്തില്ല. ഞങ്ങളെ ലോറിയെ കൊണ്ടുപോയാലോ? സ്ഥിരം ലോറിയൊക്കെ കൊണ്ടുപോവാ നമുക്കെന്നാ. ആ, നാമക്കൽ 19 കിലോമീറ്റർ. പണ്ട് ചേസും കൊണ്ട് ബോഡി ചെയ്യാൻ വരുമ്പോഴേ ഇതുവഴിയാണ് വരുന്നതെങ്കിൽ ഇതുവഴിയാണ് തൃച്ചങ്കോട് പോകുന്നത്. 32 കിലോമീറ്റർ. അന്ന് ഈ ഫ്ലൈ ഓവർ ഒന്നുമില്ല. നമുക്ക് ഒരു ചായയോ കാപ്പിയോ ഒക്കെ കുടിച്ചിട്ട് പോയിനി. ഒരു ഉഴുന്നുവടയും കാപ്പിയും പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷേ ഇവിടെ ഉഴുന്നുവട രാവിലെ ഉള്ളായിരുന്നു. അപ്പം മുളക് ബജിയും ഇത് കാബജി കായർ ചട്നി. തേങ്ങ ചട്നി എങ്ങനെയുണ്ട്? നല്ല ചൂടത്ത് നല്ല ചൂട് ബജി. ഇപ്പം 2 പേര് കാപ്പി, ഞങ്ങൾ 2 ഓരോ ജ്യൂസും കുടിച്ചു. പോയേക്കെ ഇനി വണ്ടി എടുത്തോട്ട്. ഞാനും ജ്യൂസാണ് കുടിച്ചേ. ആ ചേട്ടായി അതെ ശരിയായിരുന്നു. രാജേഷ് മാത്രമേ കാപ്പി കുടിച്ചുള്ളൂ. കാറ്റാടിയുടെ ലീഫ് ഒത്തിരി ഉണ്ടായിരുന്നു കുറച്ചപ്പുറേ. രാസംപാളയം ടോൾ പ്ലാസ. അപ്പോൾ അങ്ങനെ നമ്മൾ 66-ൻ്റെ അടുത്തേക്ക് എത്തി. 66 ലോഡ് കയറ്റിയിട്ട് നമ്മളെ വെയിറ്റ് ചെയ്ത് കിടക്കാൻ തുടങ്ങിയിട്ട് 2 ദിവസം. ഇന്ന് 2ാമത്തെ ദിവസമാണ്. ഇപ്പോഴേ ചേട്ടനും അനിയനോടെ കാശ്മീർ യാത്ര തുടങ്ങി. നമുക്ക് ഏറ്റുമാനൂരിലേക്കുള്ള യാത്രയും തുടങ്ങും. അതെ, അപ്പൊ ഇവരിവിടുന്ന് ഇനി തിരിഞ്ഞു പോകും, നമ്മളും തിരിഞ്ഞു പോകും. ഇത് നേരെ പോകും, നമ്മൾ തിരിഞ്ഞു. ആ, നമുക്ക് പല്ലടം കാങ്കയം കൂടി അങ്ങ് പോവാം. ഒരേ കമ്പനിയുടെ കണ്ടെയ്നറാ. പുതിയ വണ്ടിയാന്ന് തോന്നില്ല. നമുക്കിനി കുറച്ച് ടോളൊക്കെ കൊടുത്താൽ മതി. അവർക്ക് ഇനി ടോളോട് ടോളായിരിക്കും. അവർക്ക് ടോള് തുടങ്ങിയതേ ഉള്ളൂ ഇവിടുന്ന്. അപ്പോൾ നമ്മള് കാങ്കയം എത്തി. നമ്മള് പെട്ടെന്ന് ഓടി വന്നല്ലേ. ആ, ഇനിയിപ്പം ഫുഡ് കഴിച്ചേക്കാം. അതെ, ഇപ്പൊ നല്ല തണുത്ത കാറ്റും ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ ഇവിടുന്ന് കഴിച്ചിട്ട് നേരെ അങ്ങ് വിട്ടേക്കാം. ആ, അപ്പൊ നമ്മള് ഓരോ പൊറോട്ട പറഞ്ഞു. ഓരോ പൊറോട്ടയും പിന്നെ സാലിന എന്തോ അത് സാലിനായിരിക്കും. പിന്നെ നാട്ടുകോഴിക്കറി, നാട്ടുകോഴി കറിയും പറഞ്ഞു. പിന്നെ എന്തോ തക്കാളി കറിയുണ്ട്. തക്കാളി പൊള്ളിച്ചാന്ന് തോന്നുന്നു. അപ്പൊ നമ്മള് കോയമ്പത്തൂർ എത്തി. അപ്പൊ ഇവിടെ നമ്മള് ലെഫ്റ്റ് വരുന്ന എല്ലാൻഡി കയറുക. എല്ലാൻഡി ബൈപ്പാസ്. ഓടിച്ച് സഹായിക്കണോ? വേണ്ട, ഇനിയിപ്പൊ അധികം ദൂരം ഇല്ലല്ലോ. ഇപ്പൊ പെട്ടെന്ന് ചെല്ലുമല്ലോ അല്ലേ. പിന്നെ 3-4 മണിക്കൂർ കഴിയും. 3-4 മണിക്കൂറൊന്നും അല്ല. ഇപ്പൊ 10:45 ആയുള്ളൂ. ഇനി സമയം എടുക്കും. നേരം വെളുക്കും. ഒരു 4-5 മണി ആവാണ്ട് നമ്മൾ ചെല്ലൂല. അപ്പൊ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് ഡീസലൊക്കെ അടിച്ചിട്ട് പോയിനി. ഇവിടെ ഡീസലിന് 100 രൂപയാ. ഇവിടെ കുറെ ലോറികളും ബസ്സും ഒക്കെ കിടപ്പുണ്ട്. നമ്മളെ തമിഴ്നാട്ടിലോട്ട് കയറിയ പിന്നെ മഴ പെയ്തിട്ടില്ല. ഇല്ല, നീ ബോർഡർ കിടക്കുമ്പോ അറിയാം മഴയുണ്ടോന്ന്. ഇവിടെ മഴക്കാറേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ മഴ പെയ്തില്ല. ഞാനേ കുറച്ചു നേരം ഉറങ്ങാന്നാ. താൻ പാട്ടൊക്കെ കേട്ടിരുന്ന് വണ്ടി ഓടിക്കുക, ഞാൻ പാട്ട് കേട്ട് ഉറങ്ങാം. കുറച്ച് കഴിയുമ്പോ എനിക്ക് ഉറക്കം വരുവാണെങ്കിൽ ഞാൻ വിളിക്കാം. അതെ, അല്ലെങ്കിലും വിളിച്ചോ കുറച്ചു നേരം കഴിയുമ്പോ. നമ്മള് കേരളത്തിൽ കയറി പാലക്കാട് കഴിഞ്ഞപ്പോ തൊട്ട് ചെറുതായിട്ട് മഴ ചാറാൻ തുടങ്ങി. ഇടയ്ക്ക് നല്ല മഴ പെയ്യും, പിന്നെ വീണ്ടും ചാറ്റൽ മഴ. അതെ, മഴ വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. അപ്പൊ നമ്മള് തൃശ്ശൂർ എടുക്കാറായി. അപ്പൊ സമയം ഇപ്പം 3 മണിയായി. നമ്മള് ഏറ്റുമാനൂരെത്തി. നമ്മള് പ്രതീക്ഷിച്ചതിലും നേരത്തെ എത്തി. 4-5 മണിയാകുമ്പോ എത്തുന്ന ഞാൻ വിചാരിച്ച, പക്ഷെ നേരത്തെ എത്തി. വഴി തിരക്കൊന്നുമില്ലായിരുന്നു. പിന്നെ വലിയ മഴയില്ലായിരുന്നു. ഇടയ്ക്ക് 1-2 വലിയ മഴ പെയ്തോളൂ, പിന്നെ വലിയ മഴയില്ലായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വലിയ മഴ തോർന്നിട്ടില്ല. എപ്പോഴും ചാറ്റൽ മഴ ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ വലിയ മഴയൊന്നും ഇല്ലായിരുന്നു. പെരുമഴയില്ലായിരുന്നു. അമ്മ ഇതിന്റെ ഇടയ്ക്ക് നല്ലൊരു ഉറക്കം കഴിഞ്ഞു. ഞാൻ ഇടയ്ക്ക് മയങ്ങി ഇടയ്ക്ക് ഉണരുന്നുണ്ടായിരുന്നല്ലോ. ഇടയ്ക്കൊന്ന് ഉണരും, 2 മിനിറ്റ് എന്തെങ്കിലും പറയും, പിന്നെയും കിടക്കും. ഇത് തന്നെ പരിപാടി. അപ്പൊ അതെ, വെളുപ്പിനെ 3 മണിയായപ്പോഴത്തേനും ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോഴേ വീണ്ടും നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് കിടന്ന് ഉറങ്ങിയേക്കാന്നാ. അതെ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്.